ഇന്ന് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ടെക്നോളജിയിലും എല്ലാ ഇൻഡസ്ട്രീസിലും ഉള്ള കമ്പനീസിന് എത്രത്തോളം വളരാം എന്നുള്ളത് ഞാനത് ചെറിയ ചെറിയ എക്സാമ്പിൾസിലൂടെയും കേസ് സ്റ്റഡിയിലൂടെയും ഞങ്ങൾ ചെയ്ത മാറ്റങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ ആ മാറ്റം മറ്റു പല കൺട്രികളിൽ വലിയ വലിയ കമ്പനീസിന് വേണ്ടിയും ഞങ്ങൾ ചെയ്ത ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലും അഫോർഡബിൾ ആയ കമ്പനീസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ അത് ഉള്ള കമ്പനീനേക്കാളും വളരെ ചെറിയ കമ്പനീസിനായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ക്ലയൻ്റായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അതിന് അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു മാറ്റം ഇവിടെ ആ ഒരു ചേഞ്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ലോകം മൊത്തം പോയി വെളിയിൽ നമ്മൾ അറിയില്ലാത്ത നമ്മളൊരു നാട്ടിൽ പോയി എക്സ്പാൻഡ് ചെയ്യുന്നത് ഇത് നല്ല കാര്യം. അവിടുത്തെ വർക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ എക്കോണമിയേക്കാളും ഭയങ്കര സ്ട്രോങ് ആയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞുകൊണ്ടായിരിക്കരുത്. ഞാൻ പല CEO ആൾക്കാരും സംസാരിക്കുന്നതിൽ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ അതൊരു പരിധി വരെ ശരിയല്ല. കാരണം ഇവിടെ ശരിയാണ് ഭയങ്കര ആണ് ഇപ്പൊ വരെ ശരിയാണ്. ഞങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നമാണ്. അതെ. അപ്പൊ നിങ്ങൾ ആർക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു പോയിന്റാണ്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലുള്ള ടോപ്പ് 10 കമ്പനീസ് എടുക്കുക. ആ 10 കമ്പനീസിന്റെ വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഫോറിൻ കമ്പനീസ് വന്നായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ ബാംഗ്ലൂർ എന്നായിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല?